ധന്യ, ഈ റാണയുമായി ബന്ധപ്പെട്ട് കുറേയേറെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. റാണ ചോദ്യം ചെയ്യലിൽ പലതും വെളിപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കാശ്മീരിൽ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതും ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതുതായി എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂട്ടിച്ചേർക്കാനുണ്ടോ? ബിനു, ഈ റാണയെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത് അതീവ സുരക്ഷിതനായാണ്. US സേനയുടെ കൂടെ സുരക്ഷിതത്തോടു കൂടിയാണ് റാണയെ കൊണ്ടുവന്നത്. അപ്പോഴും ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഭയപ്പാട് എന്ന് പറയുന്നത്, ഭയം എന്നതിനപ്പുറം അവരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, റാണയുടെ അനുയായികൾ പാകിസ്ഥാനിലടക്കം, ഇന്ത്യയിലടക്കം, കേരളത്തിലടക്കമുണ്ട്. അപ്പോൾ ഇവർ എന്ത് ചെയ്യാൻ തുനിയും എന്നുള്ള ഒരു ആശങ്ക ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യ അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും അത്തരം ഒരു ആശങ്ക ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, റാണ വാ തുറന്നാൽ അത് പാകിസ്ഥാനെതിരാകും എന്ന് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. കാരണം ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞിരുന്നത്, മുംബൈ ഭീകരാക്രമണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പങ്ക് പാകിസ്ഥാൻ ഉണ്ട് എങ്കിൽ പാകിസ്ഥാൻ അതിന് വലിയ വില നൽകേണ്ടി വരും. അത് ഇന്ത്യ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭയം പാകിസ്ഥാന് നല്ല രീതിയിലുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ആ ഭയത്തിലിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ, ഒന്ന് റാണയെ പിടിച്ചതിന്റെ നാണക്കേട് പാകിസ്ഥാന് വലിയ രീതിയിലുണ്ട്. പ്രത്യേകിച്ച് റാണ പാകിസ്ഥാന്റെ ജനിച്ചു വളർന്ന ഒരാളാണ്, ആർമിയിലെ ഡോക്ടറായിരുന്നു, ലഷ്കർ-ഇ തൊയ്ബയുടെ പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്ത ഒരാളാണ്, മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ്. അപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. കാരണം ഇന്ത്യ ആക്രമിച്ച ഒരു കൊടും ഭീകരനാണ്, സൂത്രധാരനാണ് തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് വളരെ നിരാശയാണ് റാണയെ ഇന്ത്യക്ക് കിട്ടിയത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് റാണയെ കിട്ടിയതിന്റെ ഒരു അഭിമാനക്കേട് പാകിസ്ഥാനുണ്ട്. അപ്പോൾ റാണയെ പിടിച്ചതിന് തിരിച്ചെന്തെങ്കിലും ഇന്ത്യക്ക് നൽകണം എന്ന് മാനസികമായി ഈ റാണയുടെ ഇന്ത്യയിലുള്ള വരവിന് ശേഷം പാകിസ്ഥാൻ ചിന്തിച്ചിരിക്കണം. അതിന്റെ ഫലമായിട്ടായിരിക്കണം ഇപ്പോ ഇത്തരമൊരു രീതിയിലേക്ക് കടക്കാൻ പാകിസ്ഥാൻ തയ്യാറ്. എന്തായാലും ഇതിന്റെ പിന്നിൽ പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ ഇപ്പൊ പറയുന്നു, ഞങ്ങളല്ല ഇതിന്റെ പിന്നിൽ, ഞങ്ങളുടെ അറിവോടെ അല്ല ലഷ്കർ-ഇ തൊയ്ബ ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 3 പ്രതികളുടെ രേഖാചിത്രങ്ങൾ, 6 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ബൈക്ക് ആ സംഭവ സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് 3 തീവ്രവാദികളുടെ രേഖാചിത്രങ്ങൾ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നമ്മൾ ഇവിടെ കാണിക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക്. തോക്ക് പിടിച്ചുകൊണ്ട് സൈനിക വസ്ത്രം ധരിച്ചു എന്നാണ് ആദ്യം പറയുന്നത്. പക്ഷെ ഇപ്പോൾ സിവിലിയൻ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ അക്രമികാരികൾ ഈ ടൂറിസ്റ്റുകളുടെ അടുത്തേക്ക് വന്നത് എന്ന് പറയുന്നത്. മാത്രമല്ല, അമുസ്ലിങ്ങളെ തേടി പിടിച്ചുകൊണ്ട് അമുസ്ലിങ്ങൾ അടുത്ത് ചെന്നിട്ട് തുണി അഴിച്ചിട്ട് ഈ സുന്നത്ത് ചെയ്തോ എന്നൊക്കെ അറിയാനായിരിക്കണം ഈ തുണി അഴിച്ച് പരിശോധനയൊക്കെ നടത്തിയത്. പുരുഷന്മാരെ മാത്രമാണ്, അമുസ്ലിങ്ങളായ പുരുഷന്മാരെ മാത്രമാണ് ഇവർ തേടി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ മധുവിധു ആഘോഷിക്കാൻ എത്തിയ ദമ്പതികൾ ഏപ്രിൽ 16-ാം തീയതി ആയിരുന്നു കല്യാണം. കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അവരിൽ ആ ഭർത്താവിനെ മാത്രം കൊല്ലുന്ന സാഹചര്യം, ആ പെൺകുട്ടി ആ ചേതനയേറ്റ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് കരയുന്നതടക്കം വലിയ വിഷമം ഉണ്ടാക്കുന്ന വാർത്തയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ, ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റാണയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, റാണയുടെ കാര്യത്തിൽ അത് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും, ധന്യ പറഞ്ഞതുപോലെ ഒരു ഇന്ത്യക്ക് ഒരു നാണക്കേടുണ്ടാക്കിയ സംഭവത്തിന് അതിൻ്റെ പ്രതിയായിട്ടുള്ള ആളിനോട് പാകിസ്ഥാൻ എന്തായാലും ഒരു ആരാധന തന്നെ ആയിരിക്കും. സ്വാഭാവികമായും അയാളെ നിയമ പോരാട്ടങ്ങളിലൂടെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നേതൃത്വം നൽകിയ നിയമ പോരാട്ടങ്ങളിലൂടെ അയാളെ ഇന്ത്യയിൽ എത്തിച്ചത് ഇന്ത്യയുടെ ഒരു അഭിമാന നേട്ടമാണ്. സ്വാഭാവികമായും അതിൽ അയാളെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ അയാൾ ഖുറാൻ ആവശ്യപ്പെട്ടതടക്കം പാകിസ്ഥാൻ ഇതെല്ലാം സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ ഒരാഴ്ചയായി റാണയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നാഷണൽ മീഡിയ അടക്കം സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആക്രമണത്തിലൂടെ ഈ റാണയിൽ നിന്ന് ഇതിലേക്ക് വാർത്തകളെ മാറ്റാനും കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഭീകരാക്രമണം ഈ പാകിസ്ഥാൻ ഇതിന് പങ്കില്ലെന്ന് പറയുന്നതിൽ ലഷ്കർ-ഇ തൊയ്ബയാണ് ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, സൽഫുള്ള കസൂരി എന്ന് പറയുന്ന ഒരു കമാൻഡറാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും അയാൾ ഇതിൽ റിക്രൂട്ട് ചെയ്ത് ഇനി എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് പുറത്തു വരേണ്ടത്. ഇവരുടെ ലക്ഷ്യം ഏത് തരത്തിലേക്കാണ് പോകുന്നത്, എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലില്ല, സൗദിയിലാണ്. ഇന്ത്യ ശാന്തമാണ്, വേറെ പ്രശ്നങ്ങളോ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഒന്നും രാജ്യത്ത് ഒരിടത്തുമില്ല. മുർഷിദാബാദിൽ പ്രശ്നങ്ങളുണ്ട്, മുർഷിദാബാദ്
അലഹാബാദിൽ കലാപം നടക്കുന്നുണ്ട്, അവിടെ പിന്നെ മുസ്ലിങ്ങളായവരെ ഒക്കെ വേട്ടയാടപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അവിടെയും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ അമിത്ഷായുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് കഴിഞ്ഞു. ആ സൈന്യം അവിടെ നിലയുറപ്പിച്ചു, ഹൈക്കോടതി നിലപാടെടുത്തു. അങ്ങനെ എല്ലാ രീതിയിലും രാജ്യം ശാന്തമായിരുന്നു. ആ ശാന്തതയിലാണ് ഒരു അശാന്തി വർത്തിക്കൊണ്ട് ഈ 6 പേർ ബൈക്കിൽ വരുന്നു. എങ്ങനെയാണ് ഇവർ കാശ്മീരിലെത്തിയത്? ഇനി കാശ്മീരിൽ നിന്നുള്ള ആരുടെയെങ്കിലും സപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടോ? ഇനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ കാശ്മീരിൽ തന്നെ തമ്പടിച്ചിരുന്നോ? ഏതെങ്കിലും വീടുകൾ കേന്ദ്രീകരിച്ച് ഇവർ പ്രവർത്തിച്ചിരുന്നോ? ഏതെങ്കിലും വീട്ടുകാർ ഇവരെ സഹായിച്ചിരുന്നോ? കാരണം ശത്രുക്കൾ ചിലപ്പോ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെയാകാം, പുറത്തുള്ളതിനേക്കാൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാശ്മീരിലുള്ള ഏതെങ്കിലും പാകിസ്ഥാൻ അനുകൂലികൾ, പാകിസ്ഥാനെ സ്നേഹിക്കുന്നവർ, അപ്പോ അങ്ങനെ ആരെങ്കിലും തങ്ങളുടെ വീടുകൾ ഈ തീവ്രവാദികൾക്ക് സംരക്ഷണം ഒരുക്കിയിരുന്നോ? തീവ്രവാദികളെ അവർക്ക് പ്ലാനിങ് നടത്താൻ, പദ്ധതികൾ തയ്യാറാക്കാൻ ഒക്കെയുള്ള രീതി എടുത്തിരുന്നോ എന്നൊക്കെയുള്ളത് ഇനി പുറത്തു വരേണ്ടതാണ്. പക്ഷെ ഇന്ത്യ ഉചിതമായ സമയത്ത് കൃത്യമായ മറുപടി കൊടുക്കുക നമുക്കറിയാം. കാരണം പുൽവാമയൊക്കെ മറുപടി കൊടുത്ത സമയത്ത് പറഞ്ഞത് ഈ BJP സർക്കാർ തന്നെയാണ് സൈനികരെ തീർത്തതെന്ന്. അത്രമാത്രം മോശപ്പെട്ട കാര്യങ്ങൾ BJP സർക്കാരിനെതിരെ പറഞ്ഞ പ്രതിപക്ഷം കൂടി ഇവിടെ ഉള്ള ഇന്ത്യയാണ് നമ്മുടേത്. അപ്പോ ഇവിടെ നമ്മൾ തമ്മിൽ തല്ലുകയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി കാര്യങ്ങൾ ചിന്തിക്കുകയോ അല്ല വേണ്ടത്. ഇവിടെ നമ്മൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഉപദ്രവിക്കാൻ വന്ന, അതിപ്പോ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പാഴ്സി ആയാലും ബുദ്ധനായാലും ആരായാലും നമ്മുടെ ഭാരതത്തിലെ ഒരു ഭാരതീയന്റെ ചോര തെറിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് തക്കതായ മറുപടി ഇന്ത്യ നൽകിയിരിക്കും. ഇന്ത്യ അത് പല തരത്തിലും ഇന്ത്യ മറുപടി നൽകിയിട്ടുള്ളതാണ്. ഇക്കാര്യത്തിലും ഇന്ത്യ മറുപടി നൽകും. കാരണം ഇപ്പൊ നമുക്കൊരു കാവൽക്കാരനുണ്ട്. 70 വർഷം ഭരിച്ച UPA സർക്കാർ അല്ല ഇന്ത്യ ഭരിക്കുന്നത്. നമുക്ക് നല്ല ധൈര്യമുണ്ട്. അടിച്ചാൽ തിരിച്ചടി ഒന്നൊന്നര രീതിയിലായിരിക്കില്ല. ഇവനൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറമാകും. കാരണം ഇപ്പോ പ്രയാഗ്രാജിൽ ഒരു കുംഭമേള നടന്ന സമയത്ത് യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ നീയൊക്കെ ഉണ്ടാക്കിയാൽ നിന്റെയൊക്കെ 7 തലമുറ വരെ പോകുന്ന തരത്തിലേക്ക് ഈ പ്രശ്നങ്ങളെ അവസാനിപ്പിക്കാൻ എനിക്കറിയാം എന്നുള്ളൊരു താക്കീത് നടത്തിയിരുന്നു. അതുകൊണ്ട് വിചാരിച്ച രീതിയിൽ കുംഭമേളയെ തകർക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദിയും പിന്നെ എന്താ പറയുക ഒരു താക്കീത് നൽകിയത്. ഉചിതമായ സമയത്ത് ഇന്ത്യ ഉചിതമായ നിലപാട്. ഇസ്ലാമാബാദൊക്കെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. കാരണം ഏത് രീതിയിലാണ് ഇന്ത്യ പ്രതികരിക്കുക? ഇപ്പൊ നമുക്ക് വരെ ആശങ്കയുണ്ട്, ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയാകും, സൈനികരുടെ പ്രതികരണം എങ്ങനെയാകും? കാരണം അവർക്ക് കൂടി സംഭവിച്ച ഒരു വീഴ്ചയാണ് എന്ന് പിന്നെ ആരെങ്കിലും പറഞ്ഞാൽ അത് അവരെ മാനസികമായി തകർക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി ഉണ്ണാതെയും ഉറങ്ങാതെയും രാത്രി കാവലിരിക്കുന്നവരാണ്. നമ്മൾ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി കാവലിരിക്കുന്നവരാണ് സൈനികർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഈ തീവ്രവാദികൾ ഉയർത്തിയത്. അപ്പൊ തീർച്ചയായിട്ടും അവർ ഒരു നിലപാട് സ്വീകരിച്ച് ഒറ്റയടിക്ക് എല്ലാം കൂടി ചെന്നങ്ങ് കയറിയാൽ ഈ പാകിസ്ഥാൻ തവിടുപടിയോ. പണ്ട് ആരോ പറഞ്ഞതുപോലെ ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്ന് മുള്ളിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പാകിസ്ഥാൻ എന്നൊരു തമാശക്കാരോ പറഞ്ഞതുപോലെ. തീർച്ചയായിട്ടും ഇന്ത്യ നൽകുന്ന മറുപടി എങ്ങനെയായിരിക്കും? ഇന്ത്യ മറുപടി നൽകിയിരിക്കും, അതിലൊരു സംശയവും വേണ്ട. ഇന്ത്യ നൽകിയ മറുപടി അതിപ്പോ മുസ്ലിങ്ങളെ തൊട്ടാലും ഇന്ത്യയുടെ മറുപടി ഇങ്ങനെ തന്നെയായിരിക്കും, അമുസ്ലിങ്ങളെ തൊട്ടാലും ഇന്ത്യയുടെ മറുപടി ഇങ്ങനെ തന്നെയായിരിക്കും. ഇന്ത്യയുടെ ഭരണാധികാരികൾ, ഇപ്പോഴത്തെ ഭരണാധികാരികൾ, അവർ മതം നോക്കിയല്ല രാജ്യത്തെ സ്നേഹിക്കുന്നത്, അവർ മനുഷ്യരെ നോക്കിയാണ് രാജ്യത്തെ സ്നേഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. ആ മറുപടി എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.